അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ തർബിയത്ത് ക്യാമ്പിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇത്. ഒന്നിനു പുറകെ ഒന്നായി, പ്രത്യേകിച്ചിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹംദും ഖത്തും ഒക്കെ നമ്മളിങ്ങനെ കേട്ട് ചെറിയൊരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് അവസാനത്തെ ക്ലാസ്സാണ്. അടുത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് ചാഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി വിളിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അഖീദയാണല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാബു മാജാ ഫിദ്ദബഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഉള്ള അറവ്, ആ വിഷയത്തിൽ വന്ന അധ്യായം ആണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ അഖീദ ക്ലാസ് തുടർന്നു വരുന്നത്. ഈ അധ്യായത്തിൽ ബാബു മാ ജാ ഫി ദബ്ഹി ലിഗൈരില്ല, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ്, ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ബാബിൽ പ്രധാനമായും 2 ആയത്തുകളും 2 ഹദീസുമാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാമത്തെ ആയത്ത് സൂറത്ത് അൻആമിലെ 162, 163 ഈ 2 ആയത്തുകൾ. ആയത്തുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമുക്കൊക്കെ അറിയുന്ന സുപരിചിതമായ ഒരായത്താണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. ഇതാണ്. ഖുൽ നബിയെ പറയുക, ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരവും, വനുസുക്കി എൻ്റെ ബലികർമ്മങ്ങളും, വമഹ്യായ വമമാതി എൻ്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന് മാത്രമാണ്. ലാ ശരീക ലഹ് അവനൊരു പങ്കാളിയുമില്ല. വബിദാലിക ഉമിർത് വഅന അവ്വലുൽ മുസ്ലിമീൻ അങ്ങനെയാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞാൻ മുസ്ലിമീങ്ങളിൽ അഥവാ അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവരിൽ ഒന്നാമത്തവനാണ്. ഇതാണ് ഒന്നാമത്തെ ആയത്ത്. രണ്ടാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തായ സൂറത്തുൽ കൗസറിലെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നീ നിൻ്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുകയും അവന് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ആയത്ത് പരിശോധിക്കുമ്പം ഇതിൻ്റെ ഷറഹുകൾ കാണാം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം എന്താണ്? പ്രാർത്ഥന എന്നാണ്. എന്നാൽ ഷറഇൽ സാങ്കേതികമായി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമസ്കാരമാണ്. എന്നതുപോലെ നുസുഖ്, ഈ ആയത്തിൽ കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞു. നുസുഖ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ആരാധന എന്നാണ് അർത്ഥം. എന്നാൽ ഷറഇൽ മതപരമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ബലികർമ്മം എന്നുള്ളതാണ്. ബലി അറുക്കുക, അറവ് നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ ഇന്ന സ്വലാത്തി വനുസുക്കി എന്ന് പറഞ്ഞു, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം ഷർഹുകളിൽ കാണാം. അന്നഹു ലിമാ കാനത്തി സ്വലാത്തു മിൻ അജല്ലിൽ ഇബാദാത്തിൽ ബദനിയ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണെന്ത്? നമസ്കാരം. അതേപോലെ വൻ നുസുക്കു മിൻ അജല്ലിൽ ഇബാദാത്തിൽ മാലിയ, നമ്മുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിലൊന്നാണ് എന്ത്? ബലികർമ്മം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവ രണ്ടും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ നിർവഹിച്ച കർമ്മമാണ്. അപ്പോൾ ഈ 2 കർമ്മവും, നമസ്കാരവും ബലികർമ്മവും, അള്ളാഹു അല്ലാത്ത ഒരാളുടെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്താൽ അതെന്തായി മാറും? ഷിർക്കായി മാറും, തൗഹീദിനെതിരായി മാറും. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി
അറവ് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹുക്കും എന്താ? ഷിർക്കാണ്, അത് പാടില്ലാത്തതാണ്. അപ്പോൾ അത് പല രൂപത്തിൽ വരുന്നുണ്ട്. ഒന്ന്, മരണപ്പെട്ടു പോയ ഒരാൾ, ഇന്ന ഷെയ്ഖ് അല്ലെങ്കിൽ ഇന്ന വലിയ, ആ വലിയനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നേർച്ചയാക്കി എന്ത് ചെയ്യാം? അറവ് നിർവഹിക്കുക. നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? ഇപ്പം ജീലാനി ദിനം ആരുടെ പേരിലാണ്? മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ജീലാനി ദിനം, അതിൻ്റെ പേരിൽ അറവ് നിർവഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അറവ് എന്താണ്? തനിച്ച ഷിർക്കാണ്. അപ്പോൾ ചില ആളുകൾ പറയും അറുക്കുമ്പം ബിസ്മി ചൊല്ലിയിട്ടാണ് അറുക്കുന്നത്. അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ബിസ്മി ചൊല്ലിക്കൊണ്ട് കാര്യമില്ല. അവിടെ ഉദ്ദേശം എന്താണ്? ആ ഷെയ്ഖിൻ്റെ പേരിൽ അറുക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർ മുഖാന്തരം, ഈ ഷെയ്ഖ് മുഖാന്തരം, ഈ വലിയ മുഖാന്തരം എൻ്റെ ഇന്ന കാര്യം സാധിച്ച് കിട്ടണം എന്ന ആഗ്രഹത്തിൽ അറുക്കുക, അതും എന്താണ്? അവരുടെ പേരിലുള്ള അറവാണ്, അതും ഷിർക്കാണെന്നർത്ഥം. അതേപോലെ ഇവിടെ മനുഷ്യന്മാരെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ മനുഷ്യരല്ലാത്തവയുടെ പേരിൽ കാര്യസാധ്യത്തിന് വേണ്ടി, അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അറവ് നിർവഹിച്ചാൽ, മനുഷ്യരാകണമെന്നില്ല, ഷെയ്ഖും വലിയും തങ്ങളൊന്നും ആകണമെന്നില്ല. ഇപ്പോൾ ഒരു മരത്തിൻ്റെ പേരിൽ, ഒരു പുണ്യമരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്താലും അതെന്താവും? ഷിർക്കാവും, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇനി ആരാധനയുടെ പരിധിയിൽ വരുന്ന അറവുകൾ എന്ന് പറയുന്നത് 3 ഇനമുണ്ട്. അത് അള്ളാഹ് അല്ലാത്തവർക്ക് അള്ളാഹ്ക്കും എന്ന രൂപത്തിലാണ് അത് വേർതിരിക്കപ്പെടുന്നത്. അപ്പോൾ ആരാധനയുടെ പരിധിയിൽ വരുന്ന അറവുകൾ പ്രധാനമായിട്ട് 3 ഇനമുണ്ട്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിലൊന്ന്, ഫമദബഹ തഖർറുബൻ ലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അറവ് നിർവഹിക്കുക. ഏതുപോലെ? കൽ ഹദി, ഹജ്ജിനൊക്കെ പോകുമ്പം അല്ലേ അറവ് നിർവഹിക്കുന്ന, തമത്വം ഖിറാനൊക്കെ ആയിട്ടുള്ള ഹജ്ജ് ചെയ്യുന്ന ആളുകൾ നിർവഹിക്കുന്ന അറവ്, പ്രായശ്ചിത്തത്തിന് വേണ്ടി നിർവഹിക്കുന്ന അറവ്, ഇതൊക്കെ ആരുടെ പേരില്ല? അള്ളാഹിൻ്റെ പേരിലുണ്ട്. അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. വൽ അലാഹി ഉൽഹിയ, അതുപോലെ തന്നെ വല്ല അക്കീക്ക, നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അക്കീക്ക ഇറക്കുക, അള്ളാഹിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. ഇനി ഒന്നുമല്ല, ഒരു സ്വതക്ക എന്നുള്ള നിലയ്ക്ക് അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ അർത്ഥം നൽകുന്നത്, ഇതൊക്കെ എന്താണ്? തൗഹീദിൻ്റെ ഭാഗമായി വരുന്ന അറവാണ്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തത്, വമാ ദുബിഹ തഖർറുബൻ ലിഗൈരില്ലാഹി തആല ഫഹുവ ശിർക്കുൻ അക്ബർ, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഷെയ്ഖിൻ്റെ അല്ലെങ്കിൽ ഒരു വലിയൻ്റെ ഒക്കെ പേരിൽ നിർവഹിക്കപ്പെടുന്ന ആ അറവ്, അതെന്താണ്? ഷിർക്കിയായ അറവാണ്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, മാ ദുബിഹ ബിദ്അത്തൻ ഫിൽ മവാലീദി വഇൻദൽ ഖുബൂരി തഖർറുബൻ ഇലല്ലാഹി തആല, അതായത് മൗലൂദ്, അതായത് നബിദിനത്തിൻ്റെ അന്ന് അറുക്കുക, എന്താണ്? ബിദ്ഇയായ അറവാണ്. അത് പറ്റുമോ? പറ്റൂല, ഹറാമാണ്. അതേപോലെ തന്നെ ഒരാൾ പറയാണ് ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അറുക്കുക, ഇന്ന ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അറുക്കുക, പറ്റുമോ? അത് പറ്റില്ല. അപ്പം നമുക്കറിയാം, ഒരാൾ, അത് നമ്മൾ താഴെ വിഷയം വേറെ വരുന്നുണ്ട്, അപ്പോൾ പറയാം. അപ്പം ഇങ്ങനെ 3 അറവുകളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നെന്താ? അള്ളാഹുവിന് മാത്രം. ബാക്കി 2 എണ്ണമോ? അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, ഷിർക്കാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ 2 ആയത്തുകളുമായി ബന്ധപ്പെട്ട് വന്നുള്ള വിശദീകരണമാണ് ഞാൻ ചുരുക്കി സൂചിപ്പിച്ചത്. ഇനി ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഇതാണ്. ഒന്നാമത്തെ ഹദീസ് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസനി, എന്നോട് പറഞ്ഞു, ബി അർബഇ കലിമാത്തിൻ, 4 കലിമകൾ എനിക്ക് പറഞ്ഞു തന്നു. 4 ഉപദേശങ്ങളാണത്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണത്. ഒന്നെന്താ? ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരിഹി ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്താൽ അവനെന്തുണ്ട്? ശാപമുണ്ട്. ലഅനല്ലാ, അള്ളാഹു ശപിച്ചിരിക്കുന്നു. മൻ ദബഹ ലിഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അവരുടെ മാർഗത്തിൽ ഒരു അറവ് നിർവഹിച്ചാൽ അവനെ അള്ളാഹു എന്ത് ചെയ്തു? ഷിർക്കാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ശാപവും അവനുണ്ടാവും. അള്ളാഹിൻ്റെ ഒരു ശാപം ഒരാൾക്ക് കിട്ടിയാൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറയേണ്ടതില്ല, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്, ഇതേ ഹദീസിൽ വന്ന വിഷയം ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ഹദീസ് നമ്മൾ പൂർത്തീകരിച്ച് പറയാം. ലഅന അല്ലാഹു മൻ ലഅന വാലിദൈഹി, സ്വന്തം ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ദേഷ്യം വരുമ്പോൾ ഉമ്മാൻ്റെ വാപ്പാൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ നശിക്കട്ടെ
എന്ന് പറയാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. മുഹ്ദിസൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കുറ്റവാളിയാണ്. മുഹ്ദസൻ എന്ന് പറഞ്ഞാൽ പുത്തൻവാദിയാണ്. അപ്പോൾ ഇത് മുഹ്ദിസ് എന്നതാണ് ശരിക്കുള്ള പ്രയോഗം എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറ്റവാളിക്ക്, ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് ബോധപൂർവ്വം എന്ത് ചെയ്യുക, നമ്മുടെ സ്വന്തം ആളായതുകൊണ്ട് എന്ത് ചെയ്യുക, അഭയം കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ അഭയം നൽകുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നാലാമത്തത് ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർള്. ഭൂമിയുടെ അതിരുകൾ മാറ്റുന്നവൻ. അതിരുകൾ എന്ത് ചെയ്യുക, തോണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിയിട്ടിട്ട് കൈക്കലാക്കുക, ഇങ്ങനെ പണിയെടുക്കുന്നത് ചില ആളുകളുടെ ഒരു സ്വഭാവമാണത്. നിസ്കാരവും നോമ്പൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാവും, അതിര് മാന്ത. അതാണ് പ്രധാനമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ ഈ ഹറമിൻ്റെ അതിരുകൾ, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഈ അതിരുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ട്, അള്ളാഹുവിൻ്റെ ശാപമുണ്ട്. അപ്പോൾ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവരാൻ കാരണം ഇതിൻ്റെ ആദ്യത്തെ പ്രയോഗം എന്താണ്, ഏത് വിഷയമാണ്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നിർവഹിക്കുന്ന വിഷയമാണ്. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ഇനി രണ്ടാമത് ഈ അധ്യായത്തിൽ വന്നിരിക്കുന്ന ഒരു ഹദീസ് ഇതാണ്. വഅൻ ത്വാരിഖ് ബിൻ ശിഹാബ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ത്വാരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഖലൽ ജന്ന, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ദഖലൽ ജന്നത റജുലുൻ ഫീ ദുബാബിൻ. നമ്മൾ കേട്ടിട്ടുണ്ടാവും, എനിക്കൊന്ന് മുമ്പപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു പരിപാടി, ഒരു ഈച്ച കാരണത്താൽ ഒരാൾ എവിടെ പോയി, സ്വർഗത്തിൽ പ്രവേശിച്ചു. വദഖലൻ നാറ റജുലുൻ ഫീ ദുബാബിൻ, ഒരു ഈച്ച കാരണത്താൽ ഒരാൾ നരകത്തിലും പ്രവേശിച്ചു. ഖാലു, സഹാബത്ത് ചോദിച്ചു, കൈഫ ദാലിക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയെ ഇങ്ങനെ സംഭവിച്ചു? ഒരു ഈച്ച കാരണം ഒരാൾ സ്വർഗത്തിലും പോയി, ഒരു ഈച്ച കാരണം ഒരാൾ നരകത്തിലും പോയി, എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർറ റജുലാനി അലാ ഖൗമിൻ, ഒരു നാട്ടിലൂടെ, ഒരു സമൂഹത്തിൻ്റെ അരികിലൂടെ അല്ലെങ്കിൽ ആ പ്രദേശത്തു കൂടി രണ്ടാളുകൾ നടന്നു പോയിരുന്നു. ലഹും സ്വനമുൻ, ആ പ്രദേശത്തുകാർക്കൊരു വിഗ്രഹമുണ്ട്. ലാ യുജാവിസുഹു അഹദുൻ ഹത്താ യുഖർരിബ ലഹു ഷൈഅൻ, അതിലൂടെ ഒരാൾ കടന്നു പോയാൽ ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ഒന്ന് ഇതാക്കിയിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവർ കടന്നു പോകാൻ പാടുള്ളൂ, അറുത്തിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഫഖാലു ലി അഹദിഹിമ, ഒരാൾ പോയപ്പം അയാളോട് ഈ ആളുകൾ പറഞ്ഞു, കര്രിബ്, അതിലൊരാളോട് പറഞ്ഞു, കര്രിബ്, നീ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, ലൈസ ഇൻദി ഷൈഉൻ, എനിക്ക് ബലിയർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ ഷൈഇൻ ഉകരിബു ഖാലു ലഹു, അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഉകരിബ് ലഹു ദുബാബൻ, ഒരു ഈച്ചയെങ്കിലും നീ എന്ത് ചെയ്യണം, ബലിയർപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫഖറബ ദുബാബൻ, ആ സ്വനമിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അയാളൊരു ഈച്ചയെ ബലിയർപ്പിച്ചു. ഫഖല്ലു സബീലഹു, എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ചെയ്തപ്പം അയാളുടെ വഴിക്ക് അവർ വിട്ടു. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകളൊക്കെ ഓർമ്മ വരും. ഫദഖലൻ നാറ, അപ്പോൾ അയാൾ എവിടെ പോയി, നരകത്തിൽ പ്രവേശിച്ചു. വഖാലു ലിൽ ആഖരി കരീം, രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ കുന്തു ലി ഉകരിബ ലി അഹദിൻ ഷൈഅൻ ദൂനല്ലാഹി അസ്സ വജല്ല, അല്ലാഹ് അല്ലാത്ത ഒരു പടപ്പിനും ഞാൻ എന്ത് ചെയ്യില്ല, ബലി അർപ്പിക്കൂല എന്നയാൾ ഉറച്ചു പറഞ്ഞു. അപ്പോൾ ഫളറബു ഉനകഹു, അയാളുടെ നിലപാടിൽ നിന്ന് മാറാതെ നിന്നപ്പം അയാളുടെ തല വെട്ടിക്കളഞ്ഞു. ഫദഖലൽ ജന്ന, മനുഷ്യൻ പോയത് എവിടെയാണ്, സ്വർഗത്തിലേക്കാണെന്നാണ്. ഇത് ഇമാം അഹ്മദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഇവിടെ ഷെയ്ഖിൻ്റെ അഭിപ്രായം, അഹ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം, ആത്മരക്ഷാർത്ഥമാണ് അയാൾ ആദ്യത്തെ ആൾ ബലിയർപ്പിച്ചതെങ്കിൽ പോലും അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്ന അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ലാ പറഞ്ഞത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, അതായത് ബലി നൽകണമെന്ന ഉദ്ദേശ്യമില്ലാതെ ആത്മരക്ഷാർത്ഥം ഈച്ചയെ ബലി നൽകിയതിൻ്റെ പേരിലല്ല ഒന്നാമത്തെയാൾ നരകത്തിൽ പോയത്. മറിച്ച് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണെന്നാണ്.
മനസ്സിലായില്ലേ? അതല്ലാതെ ഒരാളൊരു നിർബന്ധിത സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് അയാൾ എന്താവില്ല, നരകത്തിൽ പോകൂല എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹ്ലിലെ 106-ാമത്തെ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മനസ്സിൽ നല്ല ഈമാനുണ്ട്, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയതാണ് എങ്കിൽ അയാൾ ഒരിക്കലും എന്തില്ല, കുഫറിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ്. ഇതാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ള 2 ആയത്തും 2 ഹദീസും. ഇതിനോട് ചേർന്ന് വരുന്നതാണ് അടുത്ത അധ്യായം. അതിൽ ഒരു ആയത്തും ഒരു ചെറിയ ഹദീസും മാത്രമാണുള്ളത്. അത് നമുക്ക് സുപരിചിതവുമാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ആ അധ്യായത്തിൽ പറയുന്നത് പിന്നെ കിതാബ് തൗഹീദിലെ 11-ാമത്തെ അധ്യായമാണ്. ബാബു ലാ യുദ്ബഹു ലില്ലാഹി ബിമകാനിൻ യദ്ബഹു ഫീഹി ലിഗൈരില്ലാ. അല്ലാഹ് അല്ലാത്തവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അള്ളാഹ്ക്ക് ബലിയർപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതിന് ഇമാം കൊണ്ടുവന്ന ആയത്ത് ഏതാണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 108-ാമത്തെ വചനമാണ്. അവിടെ അറവല്ല വിഷയം, പിന്നെന്താ പറയുന്നത്? മസ്ജിദ് ലിറാറാണ്. മുനാഫിക്കുകൾ മദീനയിൽ ഉണ്ടാക്കിയ പള്ളിയുടെ വിഷയം എടുത്തിട്ടാണ് ആയത്ത് കൊണ്ടുവരുന്നത്. ലാ തഖും ഫീഹി അബദൻ ലമസ്ജിദുൻ ഉസ്സിസ അലത് തഖ്വാ മിൻ അവ്വലി യൗം അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ അൻ യതത്വഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. കേട്ടിട്ടില്ലേ ആയത്ത്? അതായത് നബിയെ, നീ ഒരിക്കലും, മുനാഫിക്കുകൾ മസ്ജിദുൽ ലിറാർ എന്ന ഖുർആൻ പറഞ്ഞത്, ഉപദ്രവത്തിൻ്റെ പള്ളി എന്നാ പറഞ്ഞത്. മദീനയിൽ മുനാഫിക്കുകൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ ആരെ വിളിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. പള്ളിയാണ് ഉണ്ടാക്കിയത്, അവിടെ പോയി ആരാധന നിർവഹിച്ചുകൂടെ? പക്ഷെ അള്ളാഹ് പറയണം, ആ പള്ളിയിൽ പോയി നബിയെ താങ്കൾ നമസ്കരിക്കരുത്. താങ്കൾ നമസ്കരിക്കേണ്ട എവിടെയാണ്? തഖ്വയിൽ ഉണ്ടാക്കപ്പെട്ട മസ്ജിദ് നബവിയിലാണ് എന്ന് പറഞ്ഞു. അപ്പം നോക്കിക്കേ, എല്ലാ സ്ഥലങ്ങളും ആരാധനയ്ക്ക് അനുവദിക്കപ്പെട്ടുള്ളതാണ്, പക്ഷെ അവിടെ പോയിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഉദ്ദേശ്യം വേറെയാണ്. എന്നതുപോലെ കഴിഞ്ഞ ഏതോ ഒരു തർബിയത്ത് ക്യാമ്പിൽ നമ്മളെ അബ്ദുറഹ്മാൻ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, അതേ ഹദീസ് തന്നെയാണ് ഈ അധ്യായത്തിൽ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു മനുഷ്യൻ നദറ റജുലുൻ അൻ യൻഹറ ഇബ്ലൻ ബി ബുവാന. ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരാൾ ഒരു മൃഗത്തെ അറുക്കാമെന്ന് നേർച്ചയാക്കി. മക്ക മദീന റൂട്ടിൽ, മദീനയിൽ നിന്ന് ഒരല്പം ദൂരെയാണ് ഏത് സ്ഥലം? ബുവാന. അടുത്തല്ല, കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫസഅല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ കാന ഫീഹാ വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്. മുമ്പ് ജാഹിലിയത്തിൽ അവിടെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു, അങ്ങനെയുള്ള ഒരു സ്ഥലമാണോ ഈ ബുവാന എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ, അല്ല. ഫഖാലുല്ല ഖാല ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയാദിഹിം. അങ്ങനെയുള്ള ആളുകൾ ആഘോഷങ്ങൾ നടത്തിയിരുന്ന ഒരു ഏരിയയാണോ ആ സ്ഥലം എന്ന് ചോദിച്ചു. ഖാലു ലാ, ആളുകൾ പറഞ്ഞു, അല്ല, അങ്ങനെയുള്ള സ്ഥലമൊന്നും അല്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദിരിക്, എങ്കിൽ നീ എന്ത് ചെയ്തു? നിന്റെ നേർച്ച ആ സ്ഥലത്ത് പോയി അറവ് നിർവഹിച്ച് നീ പൂർത്തിയാക്കിക്കോ എന്ന് പറഞ്ഞു. ഫഇന്നഹു ലാ വഫാഅ ലിനദിൻ ഫീ മഅസിയത്തില്ല. അള്ളാഹനെ ധിക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവിടെ ഒരു നേർച്ച പൂർത്തിയാക്കാൻ പാടില്ല. അപ്പം എന്ന് വെച്ചാൽ ഒരാൾ മമ്പുറം മക്കാമിൻ്റെ അവിടെ പോയിട്ട് ഒരു മൃഗത്തെ ബലി അർപ്പിക്കാൻ നേർച്ചയാക്കാണ്. അയാൾ പറയാണ്, ആ ഷെയ്ഖായിട്ട് എനിക്കൊരു ബന്ധമില്ല, അയാളുടെ പ്രീതിയും ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ മമ്പുറം മക്കാമിൻ്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? അറുക്കാൻ തീരുമാനിച്ചു. അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശമുള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അവിടെ അള്ളാഹ് അല്ലാത്തവർക്ക് ഇബാദത്ത് നടക്കുന്ന സ്ഥലമാണ്. അപ്പം ഈ നിലയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറവ് നിർവഹിക്കുക എന്നുള്ള ശിർക്കാണ്, അള്ളാഹുവിൻ്റെ ശാപം കിട്ടുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത തർബിയത്ത് ക്യാമ്പുകളിൽ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കാം. അള്ളാഹു അതിനെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. മരണം വരെ യഥാർത്ഥ ഹക്കിലും തൗഹീദിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അടിയുറപ്പിച്ച് നിർത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.